വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ച് പരിചയപ്പെടാം. ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിച്ചാണ്. ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുമാണ്. ചുരിദാറിൻ്റെ യോക്കിലും കുർത്തയിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. മിറർ വർക്കൊക്കെ മിക്സ് ചെയ്തൊക്കെ ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും. ഈ സ്റ്റിച്ച് നോർവിച്ച് സ്റ്റിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുക? അതിനായിട്ട് നമുക്കിങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് ആ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഞാനിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള ഒരു സ്ക്വയറാണ് വരച്ചേക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 6 സ്ട്രാൻഡ് ത്രെഡ് തന്നെ ഉപയോഗിക്കണം, എന്നാലേ നല്ല ഭംഗിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ആങ്കറിൻ്റെ 6 സ്ട്രാൻഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഒരു കോർണറിൽ ഇതുപോലെ നീഡിൽ കുത്തി, എന്നിട്ട് അവിടെ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇവിടെ നിന്ന് നമുക്കിനി ഇവിടെയാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ കോർണറിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് നീഡിൽ കുത്തി. ഇവിടെ കുത്തി കഴിഞ്ഞാൽ നമ്മളിനി ഇവിടെയാണ് കുത്തേണ്ടത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ കറക്റ്റ് ലൈനിൽ തന്നെ കുത്തണം, എന്നാലേ ഔട്ട്ലൈൻ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇവിടെ കുത്തി ഇനി ഇത് ഇങ്ങോട്ട് പോകണം. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് മുകളിലേക്ക് കുത്തിയെടുക്കേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെയൊരു ഡയറക്ഷനിലാണ് അതിൻ്റെ തയ്യൽ പോകുന്നത്. ഇവിടെ കുത്തിയാൽ ഈ ലൈനിൻ്റെ തന്നെ ഇവിടെ കുത്തി മുകളിലേക്ക് എടുത്തു. ഇനി ഇത് ഇവിടേക്കാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുത്തി ഇവിടേക്ക് എടുക്കാം. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പോകേണ്ട ഈ ലൈനിലേക്ക് തന്നെയാണ്. ഇവിടെ ഒരിക്കലും ക്രോസ് വരില്ല, നടുക്ക് മാത്രമേ ക്രോസ് ചെയ്ത് പോവുള്ളൂ. ഇവിടെ നമ്മൾ ഇവിടെ കുത്തിയ ആ ലൈനിൻ്റെ തന്നെ അങ്ങേ വശത്തേക്കായിരിക്കും കുത്തേണ്ടത്. ഇവിടെ കുത്തിയെടുത്തു. ഇനി ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇവിടെ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇനി ഈ വശത്തേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ കുത്തിയിട്ട് മുകളിലേക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ നേരിട്ട് കുത്തി അങ്ങ് എടുക്കുക. ഇവിടെ ഇനി ഇത്രയിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ കുത്തിയിട്ട് ഇവിടെ മുകളിലേക്ക് എടുക്കുക. ഇനി ഇവിടേക്ക് ഇവിടെ കുത്തി ഇവിടെ മുകളിലേക്ക് എടുക്കുക. ഇനി ഇവിടേക്ക് ഇവിടെ കുത്തി താത്തിയിട്ട് ഇവിടെ വന്നു. ഇതിങ്ങനെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അറിയാം എങ്ങോട്ടാണ് അടുത്ത് കുത്തേണ്ടതെന്ന്. ഇവിടെ ക്രോസ് ആയിട്ട് ഒരിക്കലും വരില്ല, നേരെ തന്നെയാണ് ത്രെഡുകൾ വരുന്നുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. അതായത് ഈ ലൈനിൽ കുത്തി താത്തിയാൽ മുകളിലേക്ക് എടുക്കേണ്ടതും ഈ ലൈനിൽ തന്നെ ആയിരിക്കും. ഇവിടെ കുത്തിയാൽ ഈ ലൈനിൻ്റെ അറ്റത്ത് തന്നെയായിരിക്കും നീഡിൽ മുകളിലേക്ക് എടുക്കേണ്ടത്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഫില്ലായിക്കോളും. ഇത് നമ്മൾ ചെയ്ത് വരുന്തോറും ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പാറ്റേൺ തന്നെ വരും. അതാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ചെയ്തെന്ന് കഴിയുമ്പം ആ സ്റ്റിച്ചിൻ്റെ ഭംഗി അതാണ്. ഇതിൻ്റെ ഈ അരികുകളെല്ലാം ഫില്ലായി തീരുന്നത് വരെ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ തയ്ച്ച് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് ഈ സ്ക്വയർ ഫില്ലായി വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഡിസൈനും കൂടെ വന്നോളൂ. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ വളരെ ഭംഗിയാണ്. ഇത് നമുക്ക് ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് ചെയ്താലും വളരെ ഭംഗിയാണ്. ഇനി ഇത് 2 ഷെയ്ഡ് ത്രെഡ് വെച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് വരാവുന്ന പോലെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നിന്നും കൂടെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഷെയ്ഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ.
അപ്പോൾ ഇത് രണ്ടും 2 നീഡിൽ ഇതുപോലെ കോർത്തെടുക്കുക. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് രണ്ടും എടുക്കേണ്ടത്. ആദ്യം ഒരു കോർണറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആദ്യം കുത്തിയെടുക്കുക. ഇതിവിടെ കുത്തി താഴേക്ക് ഇറക്കി. ഇനി നമ്മൾ ആദ്യം കുത്തി നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അടുത്ത ഷെയ്ഡ് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കോർണറിൽ ഇത് കുത്തി ഇറക്കി. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് 2 ഷെയ്ഡ് മാറി മാറിയാണ് കുത്തുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ കോർണറിൽ കുത്തിയെടുത്തു. അതുപോലെ തന്നെ അടുത്ത ഷെയ്ഡ് നമ്മൾ ഇവിടെയല്ലേ കുത്തി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ലൈനിൻ്റെ ഇങ്ങേയറ്റത്ത് ഇതുപോലെ കുത്തിയെടുക്കുക. ഇനി ഈ കോർണറിൽ കുത്തിയിരിക്കുന്നത് ആദ്യം കോർണറിലേക്ക് കുത്തിയിറക്കുക. ഇത് ഇവിടെ. ഇനി ഇവിടെ കുത്തിയാൽ ഇനി അടുത്ത് ഇങ്ങോട്ടാണല്ലോ വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ കുത്തുമ്പോൾ ഇവിടെ ഡാർക്ക് ഷെയ്ഡാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുത്താൻ പോകുന്ന ത്രെഡും നീഡിലും ഡാർക്ക് ഷെയ്ഡിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തുക. അതായത് ആ ഗ്യാപ്പിൻ്റെ അവിടെ പിങ്കാണ് വരേണ്ടത്. ഇവിടെ ആ ലൈറ്റ് ഷെയ്ഡാണ് കുത്തിയെടുക്കേണ്ടത്. അതിനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടതിന് ശേഷം മാത്രം ഡാർക്ക് ഷെയ്ഡ് കുത്തിയെടുത്തു. എന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് ഇതിനിടയിൽ ആ ഗ്യാപ്പ് ഇട്ടിടത്തേക്ക് ലൈറ്റ് ഷെയ്ഡ് കുത്തിയെടുത്തു. ഇനി ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ കുത്തിയാൽ നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണല്ലോ. അതിങ്ങനെ ഒരുമിച്ച് കുത്തി അങ്ങ് എടുത്തേക്കാണ് നല്ലത്. ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ അടുത്ത ഷെയ്ഡ്. അടുത്ത ഈ ഷെയ്ഡാണ് ഇവരുടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ കുത്തി ഇനി ഇങ്ങോട്ട് എടുക്കുമ്പം നമ്മൾ നോക്കുക, രണ്ടും ലൈറ്റ് ഷെയ്ഡ് പിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തിയെടുക്കുക. കാരണം അവിടെ മറ്റേ ഷെയ്ഡാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരണം. ഇനി ഈ ഷെയ്ഡും ഇവിടെ നിന്ന് ഈ കോർണറിലേക്ക് ഇവിടെ കുത്തിയാൽ എടുക്കേണ്ടത് ഈ ഗ്യാപ്പ് ഇട്ടിടത്തേക്കാണ്. ആ ഗ്യാപ്പ് ഇട്ട സ്ഥലത്തേക്കാണ് അത് കുത്തിയെടുക്കേണ്ടത്. ഉണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നോളൂ. ഇനി ഇത് ഈ ഷെയ്ഡ് കുത്താം. ഇവിടെ കുത്തി ഇവിടേക്ക് എടുക്കാം. കുത്തി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളിപ്പോൾ കുത്തുന്ന ത്രെഡ് ഏത് കളറാണെന്ന്. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ മറ്റേ ഷെയ്ഡായിരിക്കണം അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത്. ഇനി അടുത്ത ഈ ത്രെഡും ഇങ്ങോട്ട് പോകണം. ഇവിടെ കുത്തി ഇതിൻ്റെ അടുത്ത്. ഇനി ഈ ഷെയ്ഡാണ് ഇവിടെ കുത്തി. ഇനി നമുക്ക് ഇവിടെയല്ലേ എടുക്കണ്ടേ. അപ്പോൾ അവിടെ സെയിം ഷെയ്ഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. എന്നിട്ട് കുത്തുക. എന്നിട്ട് അടുത്ത ഷെയ്ഡ് എടുക്കാം. ഇവിടെ കുത്തി നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിടത്തേക്ക് അതെടുത്തു. ഇപ്പോൾ ഈ ഷെയ്ഡ് നേരെ പോകാം. ഇവിടെ എടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കണം, സെയിം ഷെയ്ഡ് ആയതുകൊണ്ട്. ഇതുപോലെ 2 ഷെയ്ഡും മാറി മാറി ചെയ്ത് നമുക്കിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സൈഡെല്ലാം ഫില്ലാവുന്നവരെ ഇതുപോലെ 2 ഷെയ്ഡുകളും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. സെയിം സ്റ്റിച്ച് തന്നെ വേറൊരു ഭംഗിയാണ് ഇങ്ങനെ ചെയ്യുന്നതിന് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ഇത് ചെയ്ത പോലെ തന്നെ വെറുതെ കുത്തി എടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. വെറുതെ സ്ട്രേറ്റ് സ്റ്റിച്ച് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ആ കുത്തി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഭംഗിയാണ്. ഇതിന് കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. വേരിയേഷൻ സ്റ്റിച്ചുകൾ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം. അതുപോലെ ഈ സ്റ്റിച്ച് വെച്ച് കുർത്തയിലും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്